16 ഗേജിൻ്റെ സ്ക്വയർ ട്യൂബാണ് ഞാൻ അതിനെടുത്തത്. തെങ്ങുമ്മൽ കുടുങ്ങി നിൽക്കുന്ന ഭാഗമാണിത്. നല്ല ദമ്മിൽ നോട്ട് വെച്ചിട്ടാണ് ഉഷാറായി നല്ല തന്നെ എടുത്തത്. അങ്ങനെ ഇത് അടിച്ചിട്ട് ബെൻഡാക്കി എടുക്കണം. പതിനാറ് ഗേജിൻ്റെ അതുകൊണ്ട് ലേശം ഒരു ബുദ്ധിമുട്ടുണ്ട് അടിച്ച് പരത്താൻ. നല്ല റെഡിയായി വരുന്നുണ്ട്. രണ്ട് സൈഡിലും ഹോള് കൊടുക്കണം. എന്നിട്ട് പോയിട്ട് മുറുക്കാണല്ലേ. അത് ഏതാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. വളരെ ചിലവ് ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ പല ആളുകളുടെ വീടുകളിൽ ഉണ്ടാവും. നമുക്ക് പൊതുവെ ഇപ്പോൾ 8 സെൻറ്റ് 5 സെൻറ്റ് ഒക്കെ ഓരോരുത്തർക്ക് സ്ഥലം ഉണ്ടാകുക. അപ്പോൾ അതിൽ തന്നെ തെങ്ങും ഉണ്ടാവും മുറ്റത്ത്. അപ്പോൾ നല്ല തേങ്ങയും ഉണ്ടാവും. ഇവർ നാളികേരം നല്ലോണം ഉണ്ടാകുമ്പോൾ നമ്മൾ മുറിക്കാൻ തോന്നില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും, നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് സെൻസൈഡോ കട്ട് ചെയ്തൊക്കെ എന്ത് ചെയ്യും, തെങ്ങാട് നിർത്തും നമ്മൾ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, തേങ്ങ വീകലോട് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് തെങ്ങ് മുറിക്കുകയും ചെയ്യും. പിന്നെ ആ സെൻസൈഡിൻ്റെ കട്ടിങ് അവിടെ കിടക്കുകയും ചെയ്യും. ഇനി നമ്മൾ ബേജാറാവണ്ട. ഇനി ഇതുപോലത്തെ വലകൾ ഉണ്ടാക്കിയിട്ട് നെറ്റുണ്ടാക്കി വെച്ചാൽ ഒരു തേങ്ങ താഴോട്ട് വീഴില്ല. ഇനി വീഴാണെങ്കിൽ തന്നെ പുറത്തേക്ക് വീഴുള്ളൂ. നമ്മൾ മുക്കാൽ ഭാഗം ഉണ്ടാക്കുന്നുണ്ട്, അര പകുതിയായിട്ടും ഉണ്ടാക്കുന്നുണ്ട്. ഫുള്ളും ഉണ്ടാക്കാം. പക്ഷെ ഫുള്ളാകുമ്പോൾ ഒരു ചെറിയ ഡോറ് കൊടുക്കേണ്ടി വരും. നമ്മൾ മേലോട്ട് കയറാൻ നാളികേരം എടുക്കാണ്ട് കയറണമെങ്കിൽ ഡോറ് വേണമല്ലോ. അപ്പോൾ ഡോറ് ഉണ്ടാക്കണം. അങ്ങനെയും പറ്റും. ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ്. നമ്മളിപ്പോൾ താഴത്ത് ഫുൾ ഭാഗവും കവറിങ് വരണമെങ്കിൽ ഫുൾ ഉണ്ടാക്കേണ്ടി വരും. ഇത് ഞാൻ ഉപയോഗിച്ചത് കോൺക്രീറ്റിന് ഉപയോഗിക്കുന്ന 8mm കമ്പി. അത് 5 ഫൂട്ട് വീതിൻ്റെ ആവും. ഇപ്പോൾ 1.5 മീറ്റർ വീതി ആകുമ്പോൾ ഏതാണ്ട് ഓലമടൽ പകുതിയിലധികവും കഴിഞ്ഞ് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ചെറിയ മുച്ചിങ്ങ പോലും താഴോട്ട് വീഴുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല അടിയിൽ നിൽക്കുന്ന ആൾക്ക്. അതുകൊണ്ട് അടിയിൽ സേഫ്റ്റി ആയിട്ട് എന്തെങ്കിലും പണികളൊക്കെ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫ്രെയിമിൻ്റെ പണി ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വര റെഡിയായി കയറ്റാനുണ്ട്. നല്ല ഉഷാറായിട്ട് ഇപ്പോൾ വൃത്തിഞ്ഞ് പെയിൻറ്റിങ് നടത്താനുണ്ട്. സാധാരണ വല പോരാ, ഒരു കട്ടിയുള്ള മോഡൽ വല ഉണ്ട്. നൂല് ദിവസം കട്ടി കൂടുതലുള്ള അതാകുമ്പോൾ കുറച്ചുകൂടി ഡിഗ്രി കിട്ടുകയും ചെയ്യും. പിന്നെ ഉറപ്പും ഉണ്ടാവും. അന്നേരം വെച്ചിട്ട് ഇങ്ങനെ ചുറ്റുഭാഗം മുടഞ്ഞ് റെഡിയാക്കി കൊണ്ടുവരണം. ഇപ്പം ഉണ്ടാക്കി വെച്ച് ഫ്രെയിമിൻ്റെ മുകളിലേക്ക് വല കെട്ടി പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാ എല്ലിൻ്റെ മുകളിൽ നമ്മൾ കയറിങ്ങനെ മുടഞ്ഞ് റെഡിയാക്കി വെച്ചതാണ്. കാരണം വല തൂങ്ങാൻ പാടില്ലല്ലോ. ഉൾഭാഗത്താണ് വല കൊടുത്തത്, പുറം ഭാഗത്തല്ല. അപ്പോൾ തെങ്ങിൻ്റെ മുകളിൽ വല കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് ഈ തെങ്ങുള്ളത്. അപ്പോൾ അടിയിൽ കാറ് നിർത്താൻ വേണ്ടിയിട്ട് ഉള്ള സൗകര്യം ഉണ്ടാക്കുകയാണ്. കാറ് എന്നല്ല, നമ്മൾ അടിയിൽ എന്തെങ്കിലും ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ വീട് മുറ്റത്താണല്ലോ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ തേങ്ങയോ അതുപോലെ തന്നെ ഓലമടലൊക്കെ വീണാനൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് കെട്ടുന്നത് അവിടെ. അപ്പോൾ അതുകൊണ്ട് പല വീടുകളുണ്ടാവും ഇതുപോലെ ബുദ്ധിമുട്ടായിരിക്കുന്ന തെങ്ങുകൾ. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, സ്പ്രേയാസം നമുക്ക് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.